നമ്മുടെ ഈ വർഷത്തെ 2024 നീറ്റിൽ 720-ൽ 700 മാർക്ക് കരസ്ഥമാക്കിയ ഫാത്തിമത്ത് ഹിബയുടെ അടുത്താണ് എത്തിയിരിക്കുന്ന ഒരു കൊച്ചു മെഡിക്കയും കൂടെയാണ് നമ്മുടെ ഹിബ. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആദ്യം തന്നെ നമുക്ക് ഹിബയുടെ പേരൻസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ഫാത്തിമത്ത് ഹിബ, ഇതെന്റെ ഉപ്പ. ഞാൻ സുബൈർ, ബിസിനസ്സായിട്ട് പോകുന്നു. ഞാൻ മുനീറ, ഹിബന്റെ ഉമ്മയാണ്, ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മാന്റെ ഉമ്മ ഉണ്ട്, പിന്നെ 2 അനിയത്തികള്, ഒരു കാക്ക. അനിയത്തിമാരൊക്കെ എന്ത് ചെയ്യുന്നു? ഒരാളിപ്പോ +1 പഠിക്കുന്ന, ഒരാള് 8th, കാക്ക ഇപ്പൊ ബിടെക്കിന് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ. റിസൾട്ട് അറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? നല്ല സന്തോഷം തോന്നി. ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. ബ്രില്യന്റിൽ എക്സാമും അതൊക്കെ വെച്ചിട്ട് നല്ല പ്രാക്ടീസ് ഒക്കെ കിട്ടിയിരുന്നേ. പിന്നെ നമ്മള് എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സ്കോർ പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ എന്തായാലും നല്ല സന്തോഷം തോന്നി. നമ്മൾ ഹാർഡ് വർക്കിന്റെ ഒക്കെ ഒരു പ്രൈസ് കിട്ടിയതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു. 700 പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ എക്സാം എഴുതിയപ്പോ കുറച്ച് ടഫായിട്ട് തോന്നി. അപ്പൊ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു 650, 670 ആ ഒരു റേഞ്ച്. മോഡൽ എക്സാമിന്റെ ആ ഒരു റേഞ്ചിൽ തന്നെയാണോ മാർക്ക് വന്നത്, അതോ അതിലും കൂടുതൽ വന്നോ നമ്മുടെ എക്സാമിനേക്കാൾ? മോഡൽ എക്സാമിന് നോർമലി എനിക്കൊരു 680 to 695 ആ ഒരു റേഞ്ചിലാണ് നോർമലി എപ്പോഴും മാർക്ക് വന്നിരുന്നത്. അപ്പോ 700 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ നീറ്റിന് അങ്ങനെ ഒരു സ്കോർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നല്ല സന്തോഷം തോന്നി. പേരൻസിന് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം തോന്നി. കാരണം നമ്മളെ കുടുംബത്തിൽ നിന്ന് ഫസ്റ്റായിട്ട് വരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു 700 പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും 650 ഒക്കെ പ്രതീക്ഷിച്ചിരുന്നേ. പിന്നെ നമ്മളെ ഫാമിലിയിൽ നിന്ന് ഇപ്പൊ നീറ്റ് എഴുതിയിട്ട് ഒരാൾക്ക് ഇത്രയും സ്കോർ അതായിട്ട് കിട്ടണം, അതിലൊരു സന്തോഷവും ഒരു ഇത് നല്ലോണ്ട്. ബ്രില്യന്റത്തെ ഒരു സ്കോർ അവർക്ക് ഇതിലും കീപ്പ് ചെയ്യാൻ പറ്റിയെന്നൊരു ഇതുണ്ട്. അവിടുത്തെ എക്സാമിനുള്ള ഏകദേശമൊക്കെ റേഞ്ചിൽ തന്നെ നമ്മള് ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് അങ്ങനെ കിട്ടിയ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. കുടുംബത്തില് വേറെ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഉമ്മാന്റെ ഫാമിലിയില് 2-3 പേരൊക്കെ ഡോക്ടേഴ്സ് ആണ്. എവിടുന്നാണ് നമ്മൾ ഈ MBBS തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം? ഇപ്പൊ ഈ ഒരു ഡോക്ടർ ഫീൽഡ് ഇതിലേക്ക് വരാനുണ്ടായ ഒരു കാരണം എന്താണ്? അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു മോട്ടീവ് ഒന്നുമില്ല. ഒരു 10th വരെ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് ഓരോ ആഴ്ച ഓരോ ഡ്രീം എന്നൊക്കെ ആയിരുന്നു. +1 +2 എത്തിയപ്പോ ഞാൻ പിന്നെ ട്യൂഷന് ചേർന്നപ്പോ എൻട്രൻസ് ബേസ്ഡ് ട്യൂഷൻ ചേർന്നു. പിന്നെ അവിടെ സാർമാരൊക്കെ ഒരു ഡോക്ടർക്ക് കിട്ടേണ്ട പ്രയോറിറ്റീസും അവർക്ക് ഒരു സൊസൈറ്റി കിട്ടേണ്ട റെസ്പെക്റ്റിനെ കുറിച്ചൊക്കെ എപ്പോഴും പറയുന്നു. അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തോന്നി. അങ്ങനെ അതിലേക്ക് അങ്ങ് തിരിഞ്ഞു. പഠന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഹിബ? ആദ്യം തന്നെ പഠനത്തെ കുറച്ചൊരു ഹൈ ഇതിലിങ്ങനെ പോയിരുന്നു. വരുന്ന എക്സാമിനൊക്കെ നമ്മള് ക്വിസ് മത്സരങ്ങൾ അങ്ങനത്തേലൊക്കെ എല്ലാത്തിലും പങ്കെടുക്കാറുണ്ടായിരുന്നു. കുറെയൊക്കെ പ്രൈസുകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ഹയർ സ്റ്റഡീസിലൊക്കെ പോകും, അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവും എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നീറ്റൊക്കെ അവള് ഇങ്ങനെ MBBSന്റെ റൂട്ടിൽ പോകുന്നെന്ന് നമ്മള് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ +2 കഴിഞ്ഞ അവള് പറഞ്ഞു ഇങ്ങനെ നീറ്റിന് പ്രിപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മള് അവളാ ഒരു ഇതിക്ക് പോകണമെന്നുള്ളത് മനസ്സിലായത്. പിന്നെ അവൾക്ക് കഴിയുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, എന്തായാലും അവളെ കൊണ്ട് സാധിക്കും എന്നുള്ള. അപ്പൊ പിന്നെ ഞമ്മക്കൊരു സന്തോഷമായി. നമ്മളെ ഫാമിലിയിൽ നിന്നൊരു കുട്ടി ഇങ്ങനെ നീറ്റൊക്കെ എഴുതി നല്ല മാർക്ക് കിട്ടി MBBSനൊക്കെ ചേരിച്ച നമുക്കൊരു സന്തോഷമല്ലേ? തീർച്ചയായും. ആ ഒരു പ്രതീക്ഷ നമുക്ക് എന്തായാലും ഉണ്ടായിരുന്നു. അവൾ അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്യണമുണ്ടായിരുന്നു. പഠിക്കേണ്ട കാര്യം എക്സാമിലൊക്കെ നല്ല അറ്റൻഡ് ചെയ്യുന്നതിനുള്ള പ്രിപ്പറേഷനൊക്കെ അവള് ചെയ്തിരുന്നു. അപ്പൊ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാലൊരു ഈ സ്കോറിൽ എത്തുന്നൊരു പേടി ഉണ്ടായിരുന്നു, കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കിട്ടിയപ്പോ എല്ലാവരും സന്തോഷമായി. എന്തൊരു കാര്യവും അത് വേണം എന്നുള്ള രീതിയിലൊരു റൂട്ടാണ്. ഒരു കാര്യം ഇപ്പൊ പഠിക്കണേ ആ പഠനം, പിന്നെ ട്യൂഷനാണ് ആ ട്യൂഷൻ, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളതുള്ളൂ. പിന്നെ കളി ഉണ്ട്. ഞങ്ങളെല്ലാം കൂടെ നല്ല ഹാപ്പി ആയിട്ട് എല്ലാ കളിയും കാര്യങ്ങളെല്ലാം കൂടെ ഇങ്ങനെ കൊണ്ടുപോകാം. പക്ഷെ അവളെ പഠനത്തില് ഒരു നിഷ്കർഷതല്ല, ഒരു നിർബന്ധമുണ്ട്. അങ്ങനെ അത് ഇന്ന രീതിയിൽ കൊണ്ടുപോകണം. നല്ല ടൈം ടേബിളുകളൊക്കെ കറക്റ്റ് ആയിരിക്കും. കാര്യങ്ങളൊക്കെ വളരെ സ്ട്രൈറ്റിലായിട്ട് പഠനമാണ് അതിന്റെ ആ ഒരു ചിന്തന ഉണ്ടാവും. +2 പഠിക്കുമ്പോ ഓളം കൂടെയുള്ള കുട്ടിയൊക്കെ തന്നെ നമുക്ക് +1 നല്ല സ്കോർ ഉണ്ടായിരുന്നേ. 1 മാർക്കിനാണ് ഫുൾ മാർക്ക് പോയത്. അപ്പൊ തന്നെ ഇവളെ കൂടെയുള്ള കുട്ടിയൊക്കെ സംശയമായിരുന്നേ. ഇവള് കാരണം ഓരോ കൊടുത്ത എല്ലാ ഇതിലും ഇവളുണ്ടാവും. പക്ഷെ മാർക്ക് വന്നപ്പോ ഇവളോട് തന്നെ കുറെ കുട്ടികൾ ചോദിച്ചാല് എനിക്ക് ഇത്രയൊക്കെ മാർക്ക് കിട്ടൂലേ, ഞങ്ങളൊന്നാലും ഞങ്ങളെ പോലെ തന്നെ ആവുന്ന ഇന്ന് പ്രതീക്ഷിക്കുന്നത്. +2 മാർക്ക് കിട്ടിയപ്പോൾ അവർക്കൊക്കെ അവർക്ക് തന്നെ അത്ഭുതം. ഫ്രണ്ട്സിന്റെ ക്ലാസ്സിലെ കുട്ടികളെ തന്നെ ഇങ്ങനെ പറയുന്നല്ല, എനിക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്ന് ഞങ്ങള് പ്രതീക്ഷിച്ചു, ഞങ്ങളൊക്കെ പറ്റിച്ചുകാണ്ട് മാർക്ക് വാങ്ങി. അപ്പൊ ഇവളെ ക്ലാസ് നിന്ന് ഇവളെ അങ്ങനെ ഒരു ഇതിലായിരുന്നു. പിന്നെ കൊറോണ ബാച്ച് ആയതുകൊണ്ട് വല്ലാതെ പരിചയം ഇല്ല, ക്ലാസ് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ എക്സാമിനൊക്കെ നല്ല മാർക്ക് കിട്ടുമ്പോ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയുന്നത്
പറഞ്ഞിന്ന് പറഞ്ഞേ ഓളെ കൂടെയുള്ള കുട്ടികൾ തന്നെ ഒരു അത്ഭുതത്തിൽ ഇത്ര മാർക്ക് കിട്ടും. കാരണം ക്ലാസ്സിൽ ഒരു ബാക്ക്വേർഡ് കുട്ടിയായിട്ട് നമ്മൾ ഇരുന്നിട്ട് തന്നൊക്കെ. കാരണം അന്ന് കാര്യമായിട്ട് എക്സാം ഒന്നും നടന്നിട്ടില്ല, ഒരു എക്സാം ഉണ്ടായിട്ടില്ല, കൊറോണ ബാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർക്കും ഇവിടെ റേഞ്ച് അറിയില്ലായിരുന്നേ. പക്ഷെ ഫൈനലിനുള്ള മാർക്ക് കിട്ടിയപ്പോഴാണ് എല്ലാരും ഇങ്ങനെ ഒരു അത്ഭുതമായത്. കാരണം നമുക്ക് ഇത്ര മാർക്ക് കിട്ടും, സർപ്രൈസ് ആയത്. എന്തുകൊണ്ടാണ് ബ്രില്യന്റ് ചൂസ് ചെയ്യേണ്ട കാരണം? ഞാൻ റിപ്പീറ്റിലൂടെയാണ് ഇത്ര സ്കോർ കരസ്ഥമാക്കിയത്. അപ്പോൾ ഞാൻ റിപ്പീറ്റിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ടൈം ബ്രില്യനിലോട്ട് വരുന്നത്. അപ്പോൾ ബ്രില്യന്റ് ഞാൻ 2 ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ട് തന്നെ ആ 2 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഡിഫറൻസ് എനിക്ക് മനസ്സിലായി. ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു നോർമൽ എൻട്രൻസ് കോച്ചിങ് സെന്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് എനിക്കത് ബ്രില്യന്റ് പോയപ്പോഴാണ് മനസ്സിലായത്. അവിടെ ഇപ്പോൾ ഞാൻ എസ് ഗ്രൂപ്പിലായിരുന്നു. അപ്പൊ ഞങ്ങളെ ഡയറക്ടർ സന്തോഷ് സാറും കോർഡിനേറ്റേഴ്സ് പ്രദീപ് സാറും ഒക്കെ ആയിരുന്നു. പോയ ഫസ്റ്റ് തന്നെ ഇവര് നമ്മളെ ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് പറഞ്ഞുതരും, ഇതിപ്പോ നിങ്ങൾ തുടങ്ങുകയാണ്, നിങ്ങൾ ടൈം ഉണ്ട്, ഇങ്ങനെ പഠിക്കണം. എക്സാമിനോട് അടുക്കുന്നതിനനുസരിച്ച് നമ്മൾ പഠിക്കേണ്ട സ്ട്രാറ്റജി മാറ്റണം. പക്ഷെ അവിടെ പോലും നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം കറക്റ്റായിട്ട് കോർഡിനേറ്റേഴ്സ് വന്നിട്ട് സുജിത് സാറൊക്കെ വന്നിട്ട് പറഞ്ഞുതരും എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ അവരെന്നെ കറക്റ്റായിട്ട് പറഞ്ഞുതരും. പിന്നെ ഹോസ്റ്റലാണെങ്കിൽ ഞാൻ പേൾ ഹോസ്റ്റലായിരുന്നു. ബ്രില്യനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്റ്റലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പൊ അവിടെ ഇനിയിപ്പോ പഠിക്കാനായാലും നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ഏത് ടൈമാണോ എപ്പോഴാണോ പഠിക്കേണ്ടത് അപ്പോൾ പഠിക്കുക. പുറത്താണെങ്കിൽ അങ്ങനെ, അവിടെ തന്നെ സ്റ്റഡി ഹാൾ, ലൈബ്രറി എല്ലാം ഹോസ്റ്റലിൽ തന്നെ ഉണ്ട്. നമ്മള് ക്യാമ്പസിൽ പോകേണ്ട ആവശ്യം പോലും ഇല്ല പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ അവിടെ മെന്റേഴ്സ് ആയാലും വാർഡൻസ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മളെല്ലാ കാര്യത്തിലും അവര് ശ്രദ്ധിക്കുമായിരുന്നു. പേഴ്സണലി നല്ല കെയർ ഒക്കെ തരുമായിരുന്നു. പിന്നെ അവിടുത്തെ മെറ്റീരിയൽസ്, പിന്നെ നോർമലി ഞാൻ ലേണിംഗ് ആപ്പ് ആയിരുന്നു മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത്. പ്രൊഫസേഴ്സിനോട് ചോദിക്കാനായിട്ട് ഒന്നും കൂടി അതിൽ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അവർ നല്ല ക്ലിയർ ചെയ്ത് തരുന്നു. അപ്പൊ എല്ലാം കൊണ്ടും ബ്രില്യന്റ് ആണ് ബെറ്റർ എന്ന് എനിക്ക് മനസ്സിലായി. ആദ്യത്തെ പ്രാവശ്യം ചൂസ് ചെയ്യാത്തതിൽ എനിക്ക് ചെറിയ റിഗ്രറ്റ് മേ ബി ഇപ്പോഴും ഉണ്ട്. കാരണം ഫസ്റ്റ് ടൈം ഞാൻ 593 നീറ്റ് ഫസ്റ്റ്. അപ്പൊ ജസ്റ്റ് കട്ട് ഓഫ് ജസ്റ്റ് ഒന്ന് പോയിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോ മേ ബി ഫസ്റ്റ് ടൈം ബ്രില്യന്റ് ചൂസ് ചെയ്തായിരുന്നെങ്കിൽ ഒരു വർഷം പോകാതെ നമുക്ക് ഒരുപടി മുന്നേ തന്നെ നമുക്ക് എത്തിച്ചേരാം. കാരണം അവര് നമ്മളെ കറക്റ്റ്ലി അങ്ങോട്ട് അവർക്ക് അറിയാം അവരെന്താണ് ചെയ്യുന്നത്, അവര് ചെയ്ത വർക്ക് എന്താണെന്ന് അവർക്ക് നല്ലതാണ് അറിയാം. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ലായിരുന്നു അവിടെ. അപ്പോ ബ്രില്യന്റ് എല്ലാം കൊണ്ടും സഹായിച്ചിട്ടുണ്ട്. റിസൾട്ട് ഉള്ളിടത്ത് തന്നെ പഠിക്കണം എന്ന് പറയുന്ന പോലെ അല്ലേ? സത്യം, ആ മോട്ടോ കറക്റ്റ് ആണ്. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ എക്സ്പീരിയൻസും അതിൻ്റെതായ കാര്യങ്ങൾ അവർക്കറിയാം. നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട അല്ലെങ്കിൽ നമ്മൾ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവർ പറയുന്ന പോലെ പഠിക്കാൻ തയ്യാറാവണം. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മെന്റലി സെറ്റായി അതിലേക്ക് അങ്ങ് തീരുമാനിച്ചിറങ്ങിയ പിന്നെ ബ്രില്യന്റ് കൂടെ ഉണ്ട്, പിന്നെ പേടിക്കാനില്ല ഒന്നിനും. ഒരു ഡ്രീം ക്യാമ്പസ് ഏതാണ്? എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് താല്പര്യം. അതിന്റെ ഏറ്റവും ബെസ്റ്റ് റീസൺ അത് വീടിന് അടുത്താണ്. ഒരു ഹാർഡ്ലി 1 hour ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് ഒരു ഹോം സിക്നെസ് ഉണ്ടായതുകൊണ്ട് താല്പര്യം ആണ്. പിന്നെ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പസ് തന്നെയാണ്. അപ്പൊ കോഴിക്കോടാണ്. അപ്പോൾ എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ ഹിബയുടെ ആഗ്രഹം പോലെ തന്നെ ആ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവഴിച്ച ഹിബയ്ക്കും അതുപോലെ പേരൻസിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.